നമസ്കാരം. 2024 വാർത്താപുരുഷനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആര് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ പിന്നെ അപ്പം തിരുമേനിയും സുഭദ്രയൊക്കെ കൂടി തന്നെയാണ് കണ്ടെത്തിയത്. ആ പുരുഷൻ മറ്റാരുമല്ല, നമ്മുടെ PV അൻവറാണ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള വാർത്തകൾ, അദ്ദേഹം ഉണ്ടാക്കിയ അത്ര വാർത്തകൾ ആരും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി ന്യൂസ് ചാനലുകൾ, ന്യൂസ് അവറുകൾ വരെ മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലപ്പുറത്തേക്ക് എല്ലാ വണ്ടികളും വന്നു, എല്ലാ പത്രങ്ങളും വന്നു. 5, 6, 8 കോളം വാർത്തകൾക്കൊപ്പം അതിൻ്റെ ഉപകോളങ്ങളിലൊക്കെ ആയിട്ട് അൻവറിങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിനപ്പുറം ഏത് വാർത്താപുരുഷനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഏതായാലും പിണറായിക്കെതിരെ എല്ലാ യുദ്ധം പ്രഖ്യാപിച്ചു. അതിന് അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചു, പിന്നെ P ശശിയെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ട് പിണറായിയെ തൊടാതെ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ പിണറായിയായിട്ടൊരു സംഭാഷണം നടത്തി. 2 ദിവസം മുന്നാണ്ടിരുന്നു, വീണ്ടും തുടങ്ങി. പിണറായി ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞു, പിന്നെ പിണറായിയെ ചീത്ത. അങ്ങനെ സ്വാഭാവികമായിട്ട് പത്രങ്ങൾക്ക് പിണറായി ഇങ്ങനെ നേരിട്ട് വിളിക്കുന്ന ഒരു LDFൻ്റെ MLA, അതും നിസ്സാരക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ KT ജലീൽ, V അബ്ദുറഹ്മാൻ തുടങ്ങിയ മലപ്പുറം ജില്ലയിലെ, മലബാറിലെ വളരെയധികം മുസ്ലിം നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം പോകും എന്നൊരു ധാരണ വന്നു. KT ജലീലൊക്കെ വളരെ സംശയത്തിൻ്റെ നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞ 2 ദിവസത്തിനുള്ള അദ്ദേഹം അഭിപ്രായം പറയുമെന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അഭിപ്രായം പിണറായി നല്ല മനുഷ്യനാണ് എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അവിടേക്കുള്ള ഇത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ആ പാർട്ടിയുടെ പേര് തന്നെ DMK. ആ DMKയുടെ കൊടിയൊക്കെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ദ്രവിഡിയൻ സംസ്കാരം അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് സ്റ്റാലിൻ ഇഷ്ടമാണ്. സ്റ്റാലിൻ INDAയിൽ ഘടകകക്ഷിയാണ്. സ്വാഭാവികമായിട്ട് INDAയുടെ ഘടകകക്ഷിയായ ഒരാൾക്ക് ഇവിടെ UDFൽ ചേരാനോ LDFൽ ചേരാനോ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും സ്റ്റാലിൻ എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപനം വലിയ സംഭവമായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. അന്ന് വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. 10 സീറ്റുകൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി ഒഴിച്ചിട്ടു. അദ്ദേഹത്തിന് സ്ഥിരം ഒരു അധ്യക്ഷൻ, സ്വാഗതമൊക്കെ അദ്ദേഹം തന്നെ, സ്ഥിരം ഒരു അധ്യക്ഷനുണ്ട്. അദ്ദേഹം വന്നിരുന്നിട്ട് ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയിട്ട് ഒരാളെ പോലും അതിലിരുത്തിയില്ല. കാരണം കൊള്ളാവുന്ന ഒരാളും കിട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ കഴിഞ്ഞു. അപ്പോഴും വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞെടുക്കുകയാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നു അൻവറിലേക്ക്. അൻവർ പറയുന്നത് സ്വർണം പൊട്ടിച്ചു, സ്വർണം തട്ടിയെടുത്തു, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുകാരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ സ്വർണ്ണം എടുത്ത് അതിൽ പകുതി കാൽഭാഗമൊക്കെ വയ്ക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അജിത് കുമാറാണ്. അതിൻ്റെ ഏറ്റവും വലിയ മേൽത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾ P ശശിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളുണ്ടായി. പത്രങ്ങളൊക്കെ രസപ്പെട്ട് അതൊക്കെ കൈകാര്യം ചെയ്തു. അങ്ങനെ വാർത്തകളിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിരുന്ന ആ മനുഷ്യന് ഇടുത്തി പോലെയാണ് ഒരു വാർത്ത വന്നത്. അത് ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ചേലക്കരയിലെയും വയനാട്ടിലെയും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്ന വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹം വളരെ അഡ്വാൻസായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ അതിനുശേഷം വന്നിട്ട് പാലക്കാട് അദ്ദേഹം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളെ നിർത്തി. അതൊക്കെ വളരെ രസകരമായിരുന്നു. അത് പിന്നെയും വാർത്തയായി. കാരണം അദ്ദേഹത്തിൻ്റെ കൺവെൻഷനൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് 500 വീതം കൊടുത്തു. അവർ മേടിച്ച് ഒപ്പിട്ട് കൊടുത്ത് പോകുന്ന രംഗങ്ങളൊക്കെ ചാനലുകളിലൊക്കെ വന്നു. പക്ഷേ ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി. നോട്ടയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള കടുത്ത മത്സരത്തിൽ അദ്ദേഹം ജയിച്ചു. നോട്ടയെ അദ്ദേഹം പരാജയപ്പെടുത്തി. എങ്കിൽ കൂടി അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ഈ PV അൻവർ എന്ന് പറയുന്ന ആ വാർത്താപുരുഷൻ ഏതാനും പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. ഒക്കെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങളിൽ പിടിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ, ഈ ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾക്ക് അദ്ദേഹം സംരക്ഷണം കൊടുക്കും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിൻ്റെ നിയമസഹായ സെല്ലുകളൊക്കെ രൂപീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് പിന്നെ അടുത്ത ലക്ഷ്യം കാണുന്നത് അദ്ദേഹം ഡൽഹിയിലെത്തിയെന്നാണ്. ഡൽഹിയിലെത്തിയിട്ട് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിൻ്റെ ആളുകളായിട്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്സായിട്ട് സംസാരിച്ചു. 2 കൂട്ടരും എടുത്തില്ല എന്നാണ് അറിയുന്നത്. ഏറ്റവും അവസാനം KC വേണുഗോപാലായിട്ട് സംസാരിച്ച് എന്തൊക്കെ ഉറപ്പൊക്കെ മേടിച്ചാണ് അദ്ദേഹം നാട്ടിലെത്തി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മാനസിക പിന്തുണ കൊടുക്കുന്ന ഒരാൾ കോൺഗ്രസ്സിലുണ്ട്, അത് K സുധാകരനാണ്. ഇനിയും ഈ വർഷത്തെ വാർത്തകൾ അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അടുത്ത വർഷത്തെ, അത് 2025 വാർത്ത പുരുഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കാം. കാരണം അതിലും വലിയ പുരുഷ കേസരികളൊക്കെ അതിന് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2024 വാർത്താ പുരുഷനായി അദ്ദേഹത്തെ അംഗീകരിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നന്ദി.